നമസ്കാരം. വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഗ്രഹമാറ്റങ്ങൾ. ജീവിതത്തിൽ പല വിധത്തിലാണ് ഗ്രഹമാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരുക. ശുഭവും അശുഭകരവുമായ ഫലങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ സാധിക്കും. സെപ്റ്റംബർ 18, അതായത് തിരുവോണത്തിന് ശേഷം ചില രാശിക്കാരിൽ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉയർച്ചയാണ് വന്നു ചേരുക. കാരണം കേന്ദ്ര ത്രികോണ രാജയോഗവും മാളവ്യ രാജയോഗവും ഒരുമിച്ചാണ് രൂപാന്തരപ്പെടുന്നത്. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കും. ശുക്രൻ തുലാം രാശിയിൽ പ്രവേശിക്കുന്നതിന്റെ ഫലമായാണ് ഇത്തരത്തിൽ യോഗങ്ങൾ രൂപാന്തരക്കൊള്ളുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അതിനാൽ തന്നെ സാമ്പത്തികപരമായ ചില നേട്ടങ്ങളും ഉയർച്ചകളും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഏതെല്ലാം രാശിക്കാരെയാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ത്രികോണ രാജയോഗവും അതുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന മാറ്റങ്ങളും വളരെ ശുഭകരമായ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. മാറ്റങ്ങൾ വന്നു ചേരും. ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോഴാണ് കേന്ദ്ര ത്രികോണ രാജയോഗം രൂപാന്തരം കൊള്ളുന്നത്. അതിനാൽ തന്നെ ഇവരിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. പ്രധാനമായും ആഗ്രഹിച്ചതുപോലെ തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ചില മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നതായ രീതിയിൽ തന്നെ ജീവിതത്തിൽ മാറാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലിയിൽ ശുഭകരമായ ചില മാറ്റങ്ങൾ, അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. വിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷവും ഉയർച്ചയും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ വിവാഹം പോലുള്ള കാര്യങ്ങൾ ഈ സമയം നടക്കാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി തീരും. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അത് സാമ്പത്തികം തന്നെ ആകണം എന്നില്ല. സാമ്പത്തികപരമായ പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. തുലാം രാശിക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗം ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് നൽകുക. പ്രധാനമായും കൈകളിലേക്ക് ധനം വന്നു ചേരുക, ആ ധനം കൈകളിൽ നിലനിർത്തുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം പ്രധാനമായും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മകരം രാശി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ത്രികോണ രാജയോഗത്തിന്റെ രൂപീകരണം ഈ രാശിക്കാർക്ക് ഏറ്റവും വിശേഷമായ ഫലങ്ങൾ നൽകുന്നതാണ്. അഥവാ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായി മാറും എന്ന കാര്യം ഓർക്കുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഐശ്വര്യം എന്നിവ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റം വന്നു ചേരുക, പ്രമോഷൻ, ശമ്പള വർധനവ് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭവും നേട്ടവും നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പുതിയ ജോലി ലഭിക്കുക, ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരവും അല്ലാതെയുമായ നേട്ടങ്ങൾ വന്നു ചേരുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ മാറ്റങ്ങൾ, ബിസിനസ് പരമായ ഉയർച്ച, സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരാം. കൈകളിലേക്ക് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്നതായ ജോലിക്ക് നിങ്ങൾ അർഹിക്കുന്നതായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ജോലി സംബന്ധമായി യാത്രകൾ അനുകൂലമായി തീരാം. മറ്റ് ഉല്ലാസ യാത്രകൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്നതായ സ്ഥലത്തേക്ക് ജോലി ലഭിക്കുക, ജോലിയുമായി ബന്ധപ്പെട്ട് മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. ഇത്തരത്തിൽ പൊതുവിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ധനപരമായ നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച, ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ വന്നു ചേരുക, ഭാഗ്യം അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയം.
ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ഇരട്ടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പ്രധാനമായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുംഭം രാശിക്കാർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗം ജീവിതത്തെ പല വിധത്തിൽ മാറ്റിമറിക്കുന്നു എന്നതാണ് വാസ്തവം. പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശുക്രന്റെ അനുഗ്രഹം ഇവരിൽ വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെയാകുന്നു. അതിനാൽ തന്നെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശുക്രനുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം, സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരാം. കൂടാതെ നിങ്ങളുടെ 9ാം ഭാവത്തിലാണ് ശുക്രന്റെ കേന്ദ്ര ത്രികോണ രാജയോഗം രൂപം കൊള്ളാൻ പോകുന്നത്. അതിനാൽ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വരുമാനം വർദ്ധിപ്പിക്കുവാൻ, വരുമാനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വരുമാന വർധനവ് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, പരീക്ഷയിൽ ഉന്നതമായ വിജയങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ഉയർച്ച, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക, മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ സംഭവിക്കുക, കുടുംബജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ചില പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ തേടിയെത്തു എന്ന് വരാം. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ പ്രതിസന്ധികളുണ്ട് എങ്കിൽ പോലും അതൊരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും തന്മൂലം അതുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഈ സമയം നേട്ടങ്ങൾ അല്പം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും.